Hi all, welcome to Wings to Win Education. സെറ്റ് എക്കണോമിക്സ് എങ്ങനെ ഈസി ആയി ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എല്ലാവരും എക്കണോമിക്സിനെ ബാലികാറാമലയായിട്ട് കരുതുന്നുണ്ട്. ഒരിക്കലും എക്കണോമിക്സിൽ സെറ്റോ നെറ്റോ ക്ലിയർ ചെയ്യില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ. വളരെ കുറഞ്ഞ പേര് മാത്രമേ സെറ്റ് എക്കണോമിക്സിനായാലും നെറ്റ് എക്കണോമിക്സിനായാലും അപ്പിയർ ചെയ്യുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം എക്കണോമിക്സിനെ ഒരു ഭയത്തോടെ കാണുന്നു എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ എക്കണോമിക്സിൽ MA-യും ഡിഗ്രിയും ഒക്കെ എടുത്തതിന് ശേഷം ചെറിയ ചെറിയ LP UP പോലുള്ള മേഖലകളിൽ ഒതുങ്ങിക്കൂടാനാണ് പലരും ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എക്കണോമിക്സിനെ എങ്ങനെ ഈസി ആയിട്ട് ട്രാക്കിൾ ചെയ്യാമെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് എക്കണോമിക്സിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ഹാർഡ് വർക്ക് അല്ല പ്രധാനം, അത് സ്മാർട്ട് വർക്ക് തന്നെയാണ്. ഹാർഡ് വർക്കിനപ്പുറത്തേക്ക് സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാൻ എല്ലാരെ കൊണ്ടും കഴിയും അല്ലെ? രാവിലെ കുത്തിയിരുന്ന് പഠിക്കുക, രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രിയും എല്ലാം കുത്തിയിരുന്ന് പഠിക്കുക. പക്ഷെ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞോ? ഇല്ല. വെറുതെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിലബസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോർഷൻസ് ഇരുന്ന് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം അത് നമുക്ക് വേണ്ട. എന്തു മതി? സ്മാർട്ട് വർക്ക്. എന്താണ് എല്ലാവരും പറയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട, സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. എന്നാൽ സ്മാർട്ട് വർക്ക് എന്താന്നുള്ളത് ആരും പറഞ്ഞു തരില്ല അല്ലെ? എന്താണ് സ്മാർട്ട് വർക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്മാർട്ട് വർക്കിനുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സെറ്റ് എക്കണോമിക്സിന് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് എക്കണോമിക്സിന്റെ സിലബസ് നിങ്ങളുടെ മുന്നിൽ എടുത്തു വെക്കണം. സെറ്റ് എക്കണോമിക്സിന്റെ സിലബസിന്റെ ഒരു ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നിർബന്ധമായും ഹാർഡ് കോപ്പി തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ സിലബസിനകത്ത് ഓരോ യൂണിറ്റിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. സെറ്റ് എക്കണോമിക്സിന് 6 യൂണിറ്റ്സ് ആണ് വരുന്നത് അല്ലെ? 6 യൂണിറ്റ്സ്. ഓരോ യൂണിറ്റിനകത്തും ഡിഫറെന്റ് മോഡ്യൂൾസ് വരുന്നുണ്ട് അല്ലെ? എക്സാമ്പിൾ ആയിട്ട് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് 4 മോഡ്യൂൾസ് വരുന്നുണ്ട്. മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഈ 6 യൂണിറ്റ്സിനെയും ഓരോ 6 യൂണിറ്റ്സിന്റെയും കീഴിലുള്ള മോഡ്യൂൾസിനെയും ഈ മോഡ്യൂൾസിനകത്തും എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ആയിട്ട് കോറിലേഷൻ എന്ന് പറയുന്നത് ഏത് യൂണിറ്റിനകത്ത് ഏത് മൊഡ്യൂളിനകത്ത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ ഉണ്ടായിരിക്കും. റിഗ്രഷൻ എന്ന് കാണുമ്പോൾ ആ റിഗ്രഷൻ ഏത് യൂണിറ്റിനകത്ത് ഏത് മോഡ്യൂളിനകത്ത് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സിലബസ് നന്നായിട്ട് പഠിക്കുക. സിലബസിനെ മാത്രമാണ് കേട്ടോ, സിലബസിന്റെ ഓരോ ടോപ്പിക്കിനകത്തേക്കും പോകാനല്ല പറഞ്ഞത്. സിലബസ് മൊത്തമായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആദ്യം സിലബസ് ഏതൊക്കെ യൂണിറ്റ്സ്, ഓരോ യൂണിറ്റ്സിനകത്തും ഏതൊക്കെ മോഡ്യൂൾസ്, ഏതോ മോഡ്യൂൾസിനകത്തും ഏതൊക്കെ ടോപ്പിക്സ് എന്നുള്ള കൃത്യമായിട്ടുള്ള വെള്ളം പോലെയുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ സിലബസ് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ നേരെ പോവേണ്ടത് എങ്ങോട്ടാ? പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസിലേക്കാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ലേറ്റസ്റ്റിൽ നിന്നും ബാക്ക്വേർഡ് നിങ്ങൾ പോയാൽ മതി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 2026 ജാനുവരിയിൽ, 2026 ജൂലൈയിലുള്ള സെറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ? സോ 2026 ജാനുവരിയിൽ ഒരു സെറ്റ് എക്കണോമിക്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ, അതായത് യൂണിറ്റ് 1 മൈക്രോ എക്കണോമിക്സ്, അതിന്റെ മോഡ്യൂൾ 1-ൽ നിന്ന് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു, മോഡ്യൂൾ 2-ൽ നിന്നും എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു, മോഡ്യൂൾ 3-ൽ നിന്നും എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു, അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്യുന്നു. യൂണിറ്റ് 2-ലേക്ക് പോകുന്നു. ഇതുപോലെ ഓരോ മോഡ്യൂളിനകത്തും എന്തെല്ലാം വന്നു എന്നുള്ളത് നോട്ട് ചെയ്യുന്നു. ദെൻ തേർഡ് യൂണിറ്റിനകത്തേക്ക് പോകുന്നു. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ മോഡ്യൂളിനകത്തും എന്തെല്ലാം വന്നു എന്ന് നോട്ട് ചെയ്യുന്നു. അങ്ങനെ 2026 എല്ലാ മോഡ്യൂൾസിന്റെയും നോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2025 ജൂലൈയിൽ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. 2025 ജൂലൈ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ഇതുപോലെ ഓരോ യൂണിറ്റിന്റെ ഓരോ മോഡ്യൂളിൽ നിന്നും എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വന്നു എന്ന് ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ തൊട്ട് പിന്നിലുള്ള 2025 ജാനുവരിയിലേക്ക് പോകുന്നു. ദെൻ 2024 ഡിസംബറിലേക്ക് പോകുന്നു. 2024 ജൂണിലേക്ക് പോകുന്നു. അത്തരത്തിൽ ഒരു 8-10 ഫേസിനെ എങ്കിലും നിങ്ങൾ അനലൈസ് ചെയ്യണം.
8 മുതൽ 10 വരെയുള്ള ഫേസസ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് 8 മുതൽ 10 വരെയുള്ള സെറ്റ് എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇത്തരത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ, ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. യൂണിറ്റ് 1ൽ നിന്നും ഇത് വന്നു, യൂണിറ്റ് 2ൽ നിന്നും ഇത് വന്നു, യൂണിറ്റ് 3ൽ നിന്നും ഇത് വന്നു എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ശേഷം നിങ്ങൾ ആ നോട്ട് എടുക്കുന്നു. ആ നോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കും? വാട്ട് ടു സ്റ്റഡി ഫസ്റ്റ് എന്നുള്ളത് നിങ്ങൾ അതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതെന്താണ്? എല്ലാ ഫേസിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യം ഏതാണ്? അതായത് ക്വസ്റ്റ്യൻ അതുപോലെ ആവർത്തിക്കണം എന്നില്ല. എന്താണ് ആവർത്തിക്കുക? ഏരിയയാണ് ആവർത്തിക്കുക അല്ലെ. റിസ്ക് ആൻഡ് അൺസർട്ടൈൻ എല്ലാ ഫേസിലും ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി ഞാൻ ആദ്യം പോയിട്ട് പഠിക്കണം. ദെൻ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നും എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതും ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസിനെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ രണ്ടാമത് ലെസ് ഇമ്പോർട്ടന്റിലേക്ക് പോകണം. ദെൻ അവിടെ ഇവിടെ ഏതെങ്കിലും ഒരു ഫേസിൽ ചോദിച്ചു, പിന്നീട് 4 ഫേസ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒന്ന് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഏരിയ നിങ്ങൾ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടില്ലേ, മോസ്റ്റ് ഇമ്പോർട്ടന്റിനെ ആദ്യം പഠിച്ചു തീർക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റിനെ ആദ്യം പഠിച്ചു തീർക്കുന്നു. ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പഠിച്ചതിന് ശേഷം മോസ്റ്റ് ഇമ്പോർട്ടന്റ് മൊത്തം പഠിക്കുന്നു. ശേഷം എന്തിലേക്ക് പോകുന്നു? ലെസ് ഇമ്പോർട്ടന്റിലേക്ക് പോകുന്നു. സമയത്തിനനുസരിച്ചാണ് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആദ്യം പഠിച്ചു തീർക്കണം. എല്ലാ യൂണിറ്റിനകത്ത് നിന്നുമുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആദ്യം പഠിച്ചു തീർക്കുന്നു. എന്നിട്ട് അതിന് അവിടെ വെച്ചിട്ട് സെക്കൻഡ് ലെസ് ഇമ്പോർട്ടന്റിലേക്ക് പോകും. ലെസ് ഇമ്പോർട്ടന്റിലേക്ക് പോകുമ്പോഴും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയനെ നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രാറ്റജി ആണ്. എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ലീസ്റ്റ് ഇമ്പോർട്ടന്റിലേക്ക് പോയാൽ മതി കുട്ടികളെ. തീരെ വരാത്ത ഏരിയാസ് ആണെങ്കിൽ അതിനെ നിങ്ങൾ ലീവ് ചെയ്തോളൂ. അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ലീവ് ചെയ്തോളൂ. ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തീരെ വരാത്ത ലീസ്റ്റ് ഇമ്പോർട്ടന്റിലേക്ക് പോയാൽ മതി. ഓക്കെ ആണോ? ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയയില്? കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിരിക്കണം. കോൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലാരിറ്റി വന്നിരിക്കണം. ഓക്കെ, കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂണിറ്റ്. ഒരു കമ്മോഡിറ്റിയുടെ ഓരോ യൂണിറ്റും ഉപയോഗിക്കും തോറും അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യല്ല വേണ്ടത്. അതിനെ നിങ്ങൾ റോഡ് മാപ്പ് പോലെ പറഞ്ഞ് ചൊല്ലിപ്പഠിക്കുകയല്ല വേണ്ടത്. അത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ആ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് വരണം. ഞാനൊരു പേന, ആ പേന തന്നെ ഞാനിപ്പോ ലെക്സി യൂസ് ചെയ്യുന്നു. ലെക്സി തന്നെ യൂസ് ചെയ്യുന്നതോറും അതിൽ നിന്നും ഞാൻ ഒരേ സമയം ഇരുന്നുകൊണ്ട് ആദ്യത്തെ ലെക്സി യൂസ് ചെയ്യുന്നു, രണ്ടാമത്തെ ലെക്സി യൂസ് ചെയ്യുന്നു, മൂന്നാമത്തെ യൂസ് ചെയ്യുന്നു. ഓരോ യൂണിറ്റും ചെയ്യുന്തോറും അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതിലെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് എക്സാം ട്രിക്കി ആവാൻ വേണ്ടിയിട്ട്, എക്സാം ടഫ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? യെസ്, ഈ കോൺസെപ്റ്റ് തിരിച്ചും മറിച്ചും വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയും നമ്മൾ അല്ലെ. അത്തരത്തിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ്. കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. സോ കോൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിട്ടാണ് നിങ്ങൾ ഏതിലേക്ക് പോവേണ്ടത്? യെസ്, MCQസിലേക്കും PYQസിലേക്കും പോവേണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് പഠിക്കുന്നു. ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസിൽ നിന്നും കിട്ടുന്ന MCQs മൊത്തം ചെയ്യുന്നു, കിട്ടുന്ന PYQs മൊത്തം നിങ്ങൾ ചെയ്തു തീർക്കുന്നു. എന്നിട്ട് ലെസ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസിന്റെ ചെയ്തു തീർക്കുന്നു, ലെസ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസിന്റെ ചെയ്തു തീർക്കുന്നു. അറ്റ് ലാസ്റ്റ് മാത്രം മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നു. ഓരോ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ നടത്തണം. ഡെയിലി റിവിഷൻ, വീക്ക്ലി ഡിവിഷൻ. ഒരു സൺഡേ പോലുള്ള വീക്കെൻഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. എത്രത്തോളം പഠിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് തറവായിട്ടുണ്ടോ? പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് എക്സാം എന്ന് പറയുന്നത്. 100 കാര്യങ്ങൾ പഠിച്ചോ, 100 കാര്യവും എക്സാം ഹോളിലേക്ക് വരുമ്പോൾ കിട്ടുന്നില്ല. വലിയ കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഒറ്റ കാര്യം മാത്രമേ പഠിച്ചുള്ളൂ. പക്ഷെ എക്സാം ഹോളിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ? 100 പഠിച്ച സമയം വെറുതെ വേസ്റ്റ് ആയി അല്ലെ. പക്ഷെ 1 പഠിച്ച ടൈം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല അതിന്
നിങ്ങൾക്ക് അതിൽ നിന്നും സ്കോർ ചെയ്യാനും കഴിഞ്ഞു അല്ലെ. അപ്പൊ റിവിഷന്റെ പവർ അതാണ്. എത്രത്തോളം നിങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, റിവൈസ് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾക്ക് സെറ്റ് എക്കണോമിക്സുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളടുത്ത് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. താങ്ക് യു ഫോർ ലേണിംഗ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. നിങ്ങൾക്ക് സെറ്റ് എക്കണോമിക്സുമായിട്ടും നെറ്റ് എക്കണോമിക്സുമായിട്ടുള്ള എന്ത് ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിങ്സ് ടു വിൻ ഫോളോ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ക്വറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ത്രൂ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അവർക്ക് ഉപകാരപ്രദമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ ലേണിംഗ്.